ഹലോ നമസ്കാരം. എല്ലാ അമ്മമാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം റാഗിയെയും ബദാമിനെയും കുറിച്ചാണ് സംസാരിച്ചത്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് ഒട്ടും മടുപ്പ് തോന്നാതെ കഴിക്കാൻ പറ്റുന്ന, അവരുടെ ശരീരഭാരം ആരോഗ്യകരമായി കൂട്ടാൻ സഹായിക്കുന്ന ഒരു കിടിലൻ കോമ്പിനേഷനുമായിട്ടാണ്. ഓട്സ് ആപ്പിൾ കുറുക്ക്. ഞാൻ ഡ്യൂട്ടിയിലായിരുന്ന സമയത്ത് ഒരമ്മ എന്നോട് വന്ന് ചോദിച്ചു, സിസ്റ്ററെ, കുഞ്ഞിന് എന്ത് കൊടുത്താലും കുഞ്ഞ് തുപ്പിക്കളയുകയാണ്, ഒട്ടും താല്പര്യം കാണിക്കുന്നില്ല കഴിക്കാനെന്ന്. സ്ഥിരമായി ഒരേ ടേസ്റ്റുള്ള കുറുക്കുകൾ സ്ഥിരമായി കൊടുക്കുന്നത് കൊണ്ടാകാം കുഞ്ഞുങ്ങൾ അങ്ങനെ ചെയ്യുന്നത്. അവർക്ക് നല്ല മധുരവും ഒപ്പം ആവശ്യത്തിന് കലോറിയും കിട്ടുന്ന ഈ ആപ്പിൾ ഓട്സ് കുറുക്ക് കൊടുക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്തു. അത് കൊടുത്തു തുടങ്ങിയ ശേഷം നല്ലപോലെ ആഹാരം കഴിക്കാനും തുടങ്ങി, തൂക്കം വയ്ക്കുകയും ചെയ്തു എന്ന് ആ അമ്മ പിന്നീട് പറയുകയുണ്ടായി. എന്തുകൊണ്ട് ആപ്പിളും ഓട്സും? ഓട്സിൽ അടങ്ങിയിരിക്കുന്ന ബീറ്റാ ഗ്ലൂക്കോൺ കുഞ്ഞുങ്ങളുടെ വയറിന് വളരെ നല്ലതാണ്. ഇത് ദഹനം എളുപ്പമാക്കാൻ സഹായിക്കും. ആപ്പിളിൽ ധാരാളം വിറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻറ്റുകളും ഉണ്ട്. ഓട്സിനോടൊപ്പം ആപ്പിൾ കൂടി ചേരുമ്പോൾ കുഞ്ഞിന് ആവശ്യമായ നല്ല കലോറി ലഭിക്കുകയും ശരീരപുഷ്ടി ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത് ഉണ്ടാക്കേണ്ട രീതി പറയാം. റോൾഡ് ഓട്സ് അല്ലെങ്കിൽ സാധാരണ ഓട്സ് 2 വലിയ സ്പൂൺ എടുക്കുക. നല്ല മധുരമുള്ള ആപ്പിൾ പകുതി മതിയാകും. മൂന്നാമതായി വേണ്ടത് പശുവിൻ നെയ്യാണ്, 1/2 ടീസ്പൂൺ. ആവശ്യത്തിന് വെള്ളം. ആദ്യം ഓട്സ് ഒരു പാനിലിട്ട് ചെറുതായി ചൂടാക്കി എടുക്കുക. അതിനുശേഷം ഇത് മിക്സിയിൽ പൊടിച്ചെടുക്കാം. ആപ്പിളിൻ്റെ തൊലിയും നടുവിലെ കറുത്ത കുരുക്കളും പൂർണ്ണമായി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കുക. ഇത് അല്പം വെള്ളം ഒഴിച്ച് നന്നായി വേവിച്ചെടുക്കണം. വെന്ത ശേഷം ഇതൊരു ഫോർക്ക് വെച്ച് നല്ലവണ്ണം ഉടച്ചെടുക്കുക. ഒരു പാത്രത്തിൽ പൊടിച്ചു വെച്ചിരിക്കുന്ന ഓട്സും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കട്ട കെട്ടാതെ ഇളക്കുക. ഇത് അടുപ്പത്ത് വെച്ച് ചെറിയ തീയിൽ നന്നായി കുറുക്കിയെടുക്കുക. ഓട്സ് വെന്ത് വരുമ്പോൾ നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന ആപ്പിൾ ഇതിലേക്ക് ചേർത്ത് ഇളക്കണം. എല്ലാം നന്നായി യോജിച്ച് വെന്ത് വരുമ്പോൾ അടുപ്പിൽ നിന്ന് ഇറക്കുന്നതിന് മുൻപ് 1/2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ആപ്പിൾ വേവിച്ച ശേഷം കൈകൊണ്ടോ ഫോർക്ക് കൊണ്ടോ മാത്രം ഉടയ്ക്കുക. മിക്സിയിലിട്ട് അടിച്ചാൽ അതിലെ ഫൈബർ നഷ്ടപ്പെടും. ആപ്പിളിന് സ്വാഭാവികമായ മധുരമുള്ളത് കൊണ്ട് ഇതിൽ പ്രത്യേകം പഞ്ചസാരയോ കൽക്കണ്ടമോ ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ചേർക്കുന്ന 1/2 ടീസ്പൂൺ നെയ്യ് കുഞ്ഞിന് നല്ല കൊഴുപ്പും എനർജിയും നൽകാൻ വേണ്ടിയാണ്. കൂടുതൽ ഒഴിച്ചാൽ കുഞ്ഞിന് ദഹനക്കേട് വരാം. ചില കുറുക്കുകൾ കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് മലബന്ധം വരാറുണ്ട്. എന്നാൽ ഓട്സിലും ആപ്പിളിലും ധാരാളം നാരുകൾ ഉള്ളതുകൊണ്ട് ഇത് മലവിസർജനം സുഗമമാക്കും. ഇത് നല്ല കലോറിയുള്ള ഭക്ഷണമായതുകൊണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ അമ്മമാരെ, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഓട്സ് ആപ്പിൾ കുറുക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഉറപ്പായും ഇഷ്ടപ്പെടും. ഒരു നേഴ്സ് എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ എപ്പോഴും വെറൈറ്റി പരീക്ഷിക്കുക. എങ്കിൽ മാത്രമേ അവർ മടി കൂടാതെ കഴിക്കൂ. കുഞ്ഞിന് നല്ല ആക്റ്റീവ്നെസ്സും ആവശ്യത്തിന് തൂക്കവും വയ്ക്കാൻ ഈ റെസിപ്പി സഹായിക്കും. ഇത് നിങ്ങളുടെ വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് കുഞ്ഞുങ്ങളുടെ മാറ്റങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുന്നു. എൻ്റെ പരിമിതമായ അറിവിലുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. തെറ്റുകുറ്റങ്ങളുണ്ടാകാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ വെയിറ്റ് ഗെയിൻ വീഡിയോകൾക്ക് നൽകിയ വലിയ സപ്പോർട്ടിന് നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.